ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി റോബസ്റ്റ് പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മടുക്കാത്ത, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 2 ചെറിയ റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത് പഴത്തിൽ വേണമെങ്കിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ജാറിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള പലഹാരം ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 1/4 കപ്പ് അളവിന് 1.25 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കരയിൽ ചെയ്താൽ മതി എന്നുള്ളവർക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവ തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു രീതിയിൽ നല്ല ടേസ്റ്റിലും പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടുള്ളൂ. 250 ml കപ്പിന്റെ അളവിന് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേ കപ്പ് അളവിൽ തന്നെ 250 ml കപ്പിന്റെ അളവിന് 1 കപ്പ് ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം. മൈദയാണെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ള എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മണവും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് നോക്കാം. അതിന്റെ ഒരു പരുവം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണ്ട, അല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ്. ഒന്നിച്ചൊഴിച്ചു കൊടുത്താൽ പരുവം തെറ്റിപ്പോവും. ഇപ്പം ഇത് കുഴച്ചെടുത്തപ്പോൾ മാവ് നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ബാക്കി കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പരുവം എന്ന് പറയുന്നത് ഒരുപാട് ലൂസ് ആവുകയും ചെയ്യരുത്, എന്നാൽ നല്ല ടൈറ്റ് ആവുകയും ചെയ്യരുത്. നമുക്കിത് ഏത് ഷേപ്പിലാണോ റെഡിയാക്കി എടുക്കേണ്ടത് ആ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് പരുവം. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് ബോൾ ഷേപ്പിലാക്കുക. എന്നിട്ട് അതൊന്ന് ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പരത്തിയിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഓരോരുത്തർക്കും ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് വരാനായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പിലാക്കണമെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി ഞാനിവിടെ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ഒരുപാട് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ഫ്ലെയിം കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, അകം വേവേയില്ല. അതുപോലെ തന്നെ ഫ്ലെയിം കുറഞ്ഞു പോയാൽ വാടിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. എല്ലാം ഒരുപോലെ വേവിച്ചെടുക്കാൻ വേണ്ടി ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒരുപോലെ കിട്ടും. ഞാനിപ്പോൾ ഇവിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റോബസ്റ്റ് കൊണ്ടുള്ള നല്ലൊരു പലഹാരം റെഡിയായി കിട്ടി. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.